മനുവിന് ശ്രദ്ധ എന്ന ഭാര്യയിലുണ്ടായ മകളാണ് ഇള. വളരെ കാലം മക്കളില്ലാതെ കഴിഞ്ഞ മനു വസിഷ്ഠ മഹർഷിയെ സന്ദർശിച്ച് ഒരു ആൺകുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി യാഗം നടത്തി. താമസിയാതെ ശ്രദ്ധ പ്രസവിച്ചു. പെൺകുട്ടി ഇള എന്ന് അവൾക്ക് പേരിട്ടു. ആൺകുട്ടിക്ക് വേണ്ടി യാഗം നടത്തിയിട്ട് പെൺകുട്ടിയാണല്ലോ കിട്ടിയതെന്ന് മനു വസിഷ്ഠ മഹർഷിയോട് പരാതിപ്പെട്ടു. അപ്പോൾ മഹർഷി തപശക്തി കൊണ്ട് ആ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി തീർത്തു. അങ്ങനെ ഇള സൃതുമ്യൻ എന്ന പേരിൽ ആൺകുട്ടിയായി വളർന്നു. കൈലാസത്തിനു സമീപം കുമാരവനം എന്നൊരു കാടുണ്ട്. അവിടെ പാർവതി പരമേശ്വരന്മാർ സ്വസ്ഥമായി പ്രേമസല്ലാപത്തിലായിരുന്നു. വിവരം മനസ്സിലാക്കാതെ ശുനകാദി മഹർഷികൾ അവിടെ ചെന്നു. നേരം നോക്കാതെ അവിടെ ചെന്നത് പാർവതിക്കും പരമേശ്വരനും ഇഷ്ടമായില്ല. ആരെങ്കിലും മേലിൽ കുമാരവനത്തിൽ പ്രവേശിച്ചാൽ പെണ്ണായി മാറുമെന്ന് പാർവതി ശപിച്ചു. സൃതുമ്യൻ യുവാവായപ്പോൾ ഒരിക്കൽ നായാട്ടിനു പോയി. പാർവതിയുടെ ശാപത്തെപ്പറ്റി അറിയാതെ സൃതുമ്യനും സുഹൃത്തുക്കളും കുമാരവനത്തിൽ കടന്നു ചെന്നു. ഉടനെ അവരെല്ലാം പെണ്ണുങ്ങളായി മാറി. സൃതുമ്യൻ പണ്ടത്തെ ഇള തന്നെയായി മാറിയിരിക്കുന്നു. അവൾ അതീവ സുന്ദരിയായിരിക്കുന്നു. ഇള മടങ്ങി വരുമ്പോൾ ബുധൻ എന്ന യുവസുന്ദരൻ അവളെ കണ്ടിഷ്ടപ്പെട്ടു. അവർ തമ്മിൽ വിവാഹിതരായി. ഇളയ്ക്ക് പുരൂരവസ് എന്ന ധീരനായ മകൻ ജനിക്കുകയും ചെയ്തു. ബുധന്റെ ഭാര്യയും പുരൂരവസന്റെ അമ്മയുമായെങ്കിലും ഇള വീണ്ടും പഴയ പോലെ ഒരു പുരുഷനായി ജീവിക്കാൻ കുതിച്ചു. അവൾ വസിഷ്ഠ മഹർഷിയെ കണ്ട് തന്റെ മോഹം പറഞ്ഞു. തനിക്ക് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വസിഷ്ഠൻ പറഞ്ഞു. എങ്കിലും ഇളയ്ക്ക് പുരുഷരൂപം കൊടുക്കണേ എന്ന് വസിഷ്ഠൻ ശ്രീ പരമേശ്വരനോട് അപേക്ഷിച്ചു. അപ്പോൾ പരമേശ്വരൻ ഇളയോട് അല്പം കരുണ കാട്ടി. ഇനി മുതൽ നീ ഓരോ മാസം സ്ത്രീയും ഓരോ മാസം പുരുഷനുമായി ജീവിതം കഴിച്ചു കൊള്ളുക. ശിവൻ അങ്ങനെയാണ് ഇളയെ അനുഗ്രഹിച്ചത്.